എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും +1 സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നാം സ്കെൽറ്റൽ സിസ്റ്റത്തെക്കുറിച്ച്, ജോയിൻസിനെ കുറിച്ച്, അതോടൊപ്പം മസ്കുലാർ ആൻഡ് സ്കെലിറ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. As you all know, multicellular organisms perform different physiological functions. These physiological functions are not independent events. ബഹുകോശ ജീവികളുടെ ശരീരത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവയൊന്നും തന്നെ സ്വതന്ത്രമായി നടക്കുന്ന പ്രവർത്തനങ്ങളല്ല. For the normal and healthy existence of the organism, a coordination and integration of all these functions should occur. നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി എക്സിസ്റ്റൻസിന് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം തന്നെ ഒരു ഏകോപനവും ക്രോഡീകരണവും വളരെ അത്യാവശ്യമാണ്. All these diverse functional activities should also be controlled and regulated. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു നിയന്ത്രണവും അത്യാവശ്യമാണ്. How does coordination and integration of physiological activities occur? How are the functional activities in organisms controlled? What will happen if the physiological activities in our body are not controlled and regulated? Let us try to find answers for such questions from this chapter, Neural Control and Coordination. The functions of the organs or organ systems in our body must be coordinated to maintain homeostasis. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകേണ്ടത് ഹോമിയോസ്റ്റാസിസ് നിലനിർത്തുന്നതിന് വളരെ അത്യാവശ്യമാണ്. Now the question is, what is homeostasis? Homeostasis is the process by which an organism maintains an almost constant internal environment in spite of changes in the external environment. ചുറ്റുപാടും എന്തൊക്കെ ചേഞ്ചസ് സംഭവിച്ചാലും ആന്തരികമായി സ്ഥിരമായി ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രക്രിയയാണ് ഹോമിയോസ്റ്റാസിസ് എന്നറിയപ്പെടുന്നത്. കോർഡിനേഷൻ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് two or more organs interact and complement the functions of one another. രണ്ടോ അതിൽ കൂടുതലോ അവയവങ്ങൾ ഇന്ററാക്ട് ചെയ്യുകയും അവയുടെ പ്രവർത്തനങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ആ പ്രക്രിയയാണ് കോർഡിനേഷൻ എന്ന് വിളിക്കുന്നത്. For example, when we are doing a physical exercise, the energy demand is increased for maintaining an increased muscular activity. The supply of oxygen is also increased. നാം എക്സസൈസ് ചെയ്യുമ്പോൾ എനർജി ഡിമാൻഡ് കൂടുതലാണ്, കാരണം മസ്കുലാർ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ഈ എനർജി ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓക്സിജൻ സപ്ലൈയും കൂടേണ്ട ആവശ്യമുണ്ട്. ഓക്സിജൻ സപ്ലൈ കൂടണമെങ്കിൽ റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂടുന്നു, ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ സംഭവിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള രക്തത്തിൻ്റെ ഒഴുക്കും കൂടുന്നു. For ensuring an increased supply of oxygen, there should be an increase in the rate of respiration, heartbeat, and increased blood flow through the blood vessels. What happens when this physical exercise is stopped? When the physical exercise is stopped, the activities of nerves, lungs, heart, and kidney gradually return to their normal conditions. എക്സസൈസ് നിർത്തി കഴിയുമ്പോഴേക്ക് നമ്മുടെ നെർവ്സിൻ്റെ, ലങ്സിൻ്റെ, ഹാർട്ടിൻ്റെ, കിഡ്നിയുടെ ഒക്കെ പ്രവർത്തനം പതിയെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. Thus, the functions of muscles, lungs, heart, blood vessels, kidney and other organs are coordinated while performing physical exercise. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ മസിൽസിൻ്റെ, ലങ്സിൻ്റെ, ഹാർട്ടിൻ്റെ,
ബ്ലഡ് വെസൽസിൻ്റെ, കിഡ്നിയുടെ, മറ്റ് അവയവങ്ങളുടെ ഒക്കെ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നു. ഇൻ ആനിമൽസ്, coordination and integration of various functional activities are done by both the nervous system and endocrine system. ജന്തുക്കളിൽ എല്ലാ പ്രവർത്തനങ്ങളുടെയും ക്രോഡീകരണം നടത്തുന്നത് രണ്ട് വ്യത്യസ്ത സിസ്റ്റംസ് ആണ്. ഒന്ന് നെർവസ് സിസ്റ്റം, മറ്റൊന്ന് എൻഡോക്രൈൻ സിസ്റ്റം. നെർവസ് സിസ്റ്റം അഥവാ ന്യൂറൽ സിസ്റ്റം ഒരു പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ന്യൂറൽ സിസ്റ്റം പ്രൊവൈഡ്സ് an organized network of point to point connections for a quick coordination, and it works using electrical signals. Now what about the endocrine system? The endocrine system provides chemical integration through hormones. എൻഡോക്രൈൻ സിസ്റ്റം പ്രവർത്തിക്കുന്നതാകട്ടെ ഹോർമോൺസ് വഴിയാണ്. ദ എൻഡോക്രൈൻ സിസ്റ്റം പ്രൊവൈഡ്സ് എ കെമിക്കൽ ഇൻ്റഗ്രേഷൻ ത്രൂ ഹോർമോൺസ്. ദ ന്യൂറൽ സിസ്റ്റം ഓഫ് ഓൾ ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് ഹൈലി സ്പെഷ്യലൈസ്ഡ് സെൽസ്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ആനിമൽസിൻ്റെ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില കോശങ്ങൾ കൊണ്ടാണ്. എന്താണ് ആ കോശങ്ങളുടെ പേര്? അതെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ദേ ആർ ദ ന്യൂറോൺസ്. നാഡീ കോശങ്ങൾ കൊണ്ടാണ് നെർവസ് സിസ്റ്റം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. നൗ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ന്യൂറോൺ? ന്യൂറോൺസ് ക്യാൻ ഡിറ്റക്ട്, റിസീവ് ആൻഡ് ട്രാൻസ്മിറ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റിമുലൈ. വിവിധ തരത്തിലുള്ള സ്റ്റിമുലസിനെ ഡിറ്റക്റ്റ് ചെയ്യാനും അതിനെ സ്വീകരിക്കാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും ഒക്കെയുള്ള കഴിവ് ന്യൂറോൺസിനുണ്ട്. Now let's watch a video showing neural organization in lower invertebrates. In organisms like sponges, neurons are absent. Hydra has a nerve net of neurons between the outer and inner layers of a sac-like body. Nerve net transmits impulses in all directions. In flatworms like planaria, neurons are organized into structures called ganglia, which receive stimuli and transmit them by nerves to muscle cells. Annelids like earthworm has a central nervous system with a nerve ring, ventral nerve cord and paired segmental ganglia. In insects, brain along with a number of ganglia and nerves are present. Mollusks like octopus have complex brain with millions of neurons. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ? In the case of sponges, neurons are absent. നാം സ്പോഞ്ചസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവയ്ക്ക് ന്യൂറോൺസ് തന്നെ ഇല്ല. In the case of Hydra, it is composed of a network of neurons which is similar in nature. All these neurons are linked to form a nerve net or plexus. സ്പോഞ്ചസിലാകട്ടെ ന്യൂറോൺസ് ആബ്സെൻ്റ് ആണ്. ഹൈഡ്രയിലാണെങ്കിലോ ഒരേപോലെയുള്ള ന്യൂറോൺസിൻ്റെ ഒരു നെറ്റ്വർക്കാണ് കാണപ്പെടുന്നത്. ഈ ന്യൂറോൺസ് എല്ലാം തന്നെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടോ അതൊരു നെർവ് നെറ്റ് അല്ലെങ്കിൽ പ്ലെക്സസ് ആയി മാറുന്നു. നിങ്ങൾ എല്ലാവരും മണ്ണിരെ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ എർത്ത്-വർമിലാണെങ്കിലോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഒരു നെർവ് റിംഗ്, ഒരു സിംഗിൾ വെൻട്രൽ നെർവ് കോഡ്, അതോടൊപ്പം തന്നെ പെയർഡ് ആയിട്ടുള്ള ഓരോ സെഗ്മെന്റിലും കാണപ്പെടുന്ന ഗാംഗ്ലിയയും ഉണ്ട്. ഇൻ ദി കേസ് ഓഫ് earthworm, the central nervous system consists of a nerve ring, a single ventral nerve cord and paired segmental ganglia. Now what about the neural system in the case of insects? In the case of insects, you will find the presence of a brain. Here, a brain is present along with a number of ganglia and nerves. In the case of insects, brain is present along with a number of ganglia and nerves. ഇൻസെക്ട്സിലാകട്ടെ ന്യൂറൽ സിസ്റ്റത്തിൽ ബ്രെയിൻ ഉണ്ട്, അതോടൊപ്പം ധാരാളം ഗാംഗ്ലിയയും നെർവ്സും കാണപ്പെടുന്നു. Now let's study about
human neural system or human nervous system. According to the position in the body and differences in their functional roles, the nervous system is basically divided into two. Which are they? The central neural system or the CNS and the peripheral neural system or the PNS. നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം അഥവാ CNS, പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറൽ സിസ്റ്റം അഥവാ PNS. Now what makes up the central nervous system? Central nervous system includes the brain and spinal cord. ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം ഇസ് എ സൈറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആൻഡ് കൺട്രോൾ. ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യപ്പെടുകയും കൺട്രോൾ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സൈറ്റാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അതേസമയം the peripheral nervous system is composed of all the nerves of the body seen in association with the central nervous system, or all the nerves which arise from the brain and spinal cord constitute the peripheral nervous system. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും എറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്ഭവിക്കുന്ന എല്ലാ നെർവ്സും ചേർന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റം includes two different types of nerve fibers and they are afferent fibers and efferent fibers. പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിൽ രണ്ട് തരത്തിലുള്ള നെർവ് ഫൈബേഴ്സ് ആണ് കാണപ്പെടുന്നത്. അവ ഏതൊക്കെയാണ്? afferent nerve fibers, efferent nerve fibers. The afferent nerve fibers of the sensory pathway transmit impulses from tissues or organs to the central nervous system. സെൻസറി പാത്വേയിൽ കാണപ്പെടുന്ന നെർവ് ഫൈബേഴ്സ് ആണ് afferent nerve fibers. എന്താണ് ഇവയുടെ ധർമ്മം? ഇവ ഇമ്പൾസിനെ ടിഷ്യൂസിൽ നിന്നോ ഓർഗൻസിൽ നിന്നോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ടിഷ്യൂസിൽ നിന്നും ഓർഗൻസിൽ നിന്നും ഉള്ള ഇമ്പൾസ് ക്യാരി ചെയ്യുന്ന നെർവ് ഫൈബേഴ്സ് ആണ് afferent nerve fibers. എവിടെയാണ് efferent nerve fibers കാണപ്പെടുക? efferent nerve fibers മോട്ടോർ പാത്വേയിലാണ് കാണപ്പെടുക. എന്താണ് ഇവയുടെ ധർമ്മം? അവ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള സിഗ്നലിനെ ടിഷ്യൂസിലോ ഓർഗൻസിലോ എത്തിക്കുന്നു. The efferent nerve fibers carry impulse or signals from the central nervous system to the concerned peripheral tissues or organs. Motor pathways or efferent pathways are divided into two. They are somatic neural system or voluntary nervous system and autonomic neural system or the involuntary neural system. ഈ മോട്ടോർ പാത്വേസിനെ രണ്ടായി തരംതിരിക്കുന്നു. അവയാണ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ വോളണ്ടറി ന്യൂറൽ സിസ്റ്റവും ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ ഇൻവോളണ്ടറി ന്യൂറൽ സിസ്റ്റം. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം റിലേസ് ഇമ്പൾസസ് from the central nervous system to skeletal muscles. Somatic neural system സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള ഇമ്പൾസിനെ സ്കെലിറ്റൽ മസിൽസിലേക്ക് എത്തിക്കുന്നു. അതേസമയം ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം ആണെങ്കിൽ ഇമ്പൾസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇൻവോളണ്ടറി ഓർഗൻസിലോ ശരീരത്തിലെ സ്മൂത്ത് മസിൽസിലോട്ടോ എത്തിക്കുന്നു. The autonomic neural system transmits impulses from the central nervous system to the involuntary organs and smooth muscles of the body. This autonomic nervous system will stimulate the glands and other types of muscles in the body.
The autonomic neural system is again classified into two. They are the sympathetic neural system and parasympathetic neural system. Autonomic neural systemത്തിനെ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നു. അവ ഏതൊക്കെയാണ്? സിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റവും. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ന്യൂറോൺസ് കൊണ്ടാണ്. ന്യൂറോൺസ് മേക്ക് അപ്പ് ദ നെർവസ് സിസ്റ്റം. Now what is a neuron? Neuron is the structural and functional component of the nervous system. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കോമ്പണന്റ് ആണ് നമ്മുടെ ന്യൂറോൺസ്. Neurons are the longest cell in the animal body. ജന്തു ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ന്യൂറോൺസ് ആണ്. പലപ്പോഴും ഇമ്പൾസ് പല ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി ന്യൂറോൺസ് 100 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കാറുണ്ട്. മറ്റു കോശങ്ങളെ അപേക്ഷിച്ച് ന്യൂറോൺസിനൊരു പ്രത്യേകതയുണ്ട്. ഒരിക്കൽ നശിച്ചു പോയാൽ അതിന് പകരമായി ഒരു ന്യൂറോൺ അതിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും വരില്ല. Once they die, they are never replaced in our body. Now let's watch a video showing the structure of neuron. Neurons are specialized structures that send and receive information. They have cell body, dendrites and axon. Cell body is the portion of the cell that surrounds the nucleus. Dendrites are short branched processes that extend from the cell body. They transmit impulses towards the cell body. An axon is a large process that extends from the cell body. They transmit impulses away from the cell body. Some axons are covered with myelin, which acts as an insulator. Myelin sheath is broken up by points known as nodes of Ranvier. Axons end in terminal buttons. All of you have seen the video showing the structure of neuron. ന്യൂറോണിൻ്റെ ഘടനയെ വ്യക്തമാക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു. What are the parts of a neuron? Neuron has got a cell body or cytone or soma, dendron as well as axons. Now let's study about each one in detail. First we'll study about cell body or cytone. What does it contain? It contains cytoplasm, cell organelles and Nissel's granules. സെൽ ബോഡിയിൽ എന്തൊക്കെയാണുള്ളത്? സെൽ ബോഡിയിൽ സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട്, നിസിൽസ് ഗ്രാന്യൂൾസ് ഉണ്ട്. These Nissel's granules are granular bodies. Next we'll study about dendrons. Dendrons are short fibers that project out of the cell body. സെൽ ബോഡിയിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ചെറിയ ഫൈബേഴ്സ് ആണ് ഡെൻഡ്രോൺസ്. Dendrons have got sub-branches which are referred to as the dendrites. Dendroninde ഉപശാഖകളാണ് dendrites. And what is the function of dendrites? Dendrites transmit impulses towards the cell body. സെൽ ബോഡിയുടെ അടുത്തേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഡെൻഡ്രൈറ്റ്സ് ആണ്. നെക്സ്റ്റ് is axon or the nerve fiber. Axon or the nerve fiber is a long fiber which transmit impulses away from the cell body. സെൽ ബോഡിയിൽ നിന്ന് ഇമ്പൾസിനെ ദൂരേക്ക് കൊണ്ടുപോകുന്ന ഫൈബർ ആണ് nerve fiber അഥവാ axon. Axon ends in the branches called axonites. ആക്സോണിന്റെ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. ഓരോ ആക്സോണൈറ്റിന്റെയും അറ്റത്ത് ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഈ ബൾബ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ് ഓർ ടെർമിനൽ ബട്ടൺ. ഇറ്റ് ഹാസ് ഗോട്ട് മൈറ്റോകോൺഡ്രിയ ആസ് വെൽ as സിനാപ്റ്റിക് വെസിക്കിൾസ്. ആക്സോണിന്റെ ഫൈൻ ബ്രാഞ്ചസിന്റെ അറ്റമാണ് ആക്സോണൈറ്റ്.
ഓരോ ആക്സണൈറ്റും അവസാനിക്കുന്നത് ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചറിലാണ്. ആ ബൾബ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ് അല്ലെങ്കിൽ ടെർമിനൽ ബട്ടൺ. സിനാപ്റ്റിക് നോബിനുള്ളിൽ ധാരാളം മൈറ്റോകോൺട്രിയയും സിനാപ്റ്റിക് വെസിക്കിൾസും കാണപ്പെടുന്നു. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിന്റെ അകത്ത് എന്താണുള്ളത്? സിനാപ്റ്റിക് വെസിക്കിൾസിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണുള്ളത്. വാട്ട് ഡസ് സിനാപ്റ്റിക് വെസിക്കിൾസ് കണ്ടെയ്ൻ? Synaptic vesicles contain neurotransmitters. Can you give some examples for neurotransmitters? Neurotransmitters include adrenaline and acetylcholine. ന്യൂറോട്രാൻസ്മിറ്ററിന് ഉദാഹരണമാണ് അസിറ്റൈൽകൊളീനും അഡ്രിനാലിനും. ന്യൂറോൺസ് ആർ സറൗണ്ടഡ് ബൈ സ്പെഷ്യൽ കമ്പാനിയൻ സെൽസ് കോൾഡ് ഗ്ലയൽ സെൽസ്. ന്യൂറോൺസിനെ സറൗണ്ട് ചെയ്ത് ചില പ്രത്യേക തരത്തിലുള്ള കമ്പാനിയൻ സെൽസ് കാണപ്പെടുന്നു. അവയുടെ പേരാണ് ഗ്ലയൽ സെൽസ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ഓരോ നെർവ് ഫൈബറിനെയും പൊതിഞ്ഞ് ഒരു ഷീത്തുണ്ട്. ആ ഷീത്തിന്റെ പേരാണ് ന്യൂറിലെമ്മ. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ഓരോ നെർവ് ഫൈബറിനെയും പൊതിഞ്ഞ് ഒരു ഷീത്തുണ്ട്. ആ ഷീത്തിന്റെ പേരാണ് ന്യൂറിലെമ്മ. The ന്യൂറിലെമ്മ is made up of a single layer of flat cells and these cells are called the Schwann cells. ന്യൂറിലെമ്മ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ചില ഫ്ലാറ്റ് സെൽസ് കൊണ്ടാണ്. ആ ഫ്ലാറ്റ് സെൽസിന്റെ പേരാണ് Schwann cells. Schwann cell is a type of glial cells. ഒരു ടൈപ്പ് ഓഫ് ഗ്ലയൽ സെല്ലാണ് ഈ Schwann cell. ചില ന്യൂറോൺസിൽ ഈ Schwann cells ഒരു ലിപ്പിഡ് റിച്ച് ആയിട്ടുള്ള ഇൻസുലേറ്റിംഗ് ലെയർ ഉൾഭാഗത്ത് സെക്രീറ്റ് ചെയ്യുന്നു. ആ ലിപ്പിഡിന്റെ പേരാണ് മൈലിൻ. ആ ആവരണത്തിന്റെ പേരോ മൈലിൻ ഷീത്ത്. ഇൻ സം ന്യൂറോൺസ് Schwann cells secrete a lipid-rich insulating layer called myelin towards the inner side. This secondary sheath is called the myelin sheath. Next, we are going to learn about the different types of neurons. The first type of neuron is multipolar neuron. Multipolar neurons have one axon and two or more dendrons. ഒരു ആക്സോണും രണ്ടോ അതിലധികമോ ഡെൻഡ്രോൺസുമുള്ള ന്യൂറോൺസിനെയാണ് മൾട്ടിപോളാർ ന്യൂറോൺസ് എന്ന് വിളിക്കുന്നത്. These neurons are seen in the cerebral cortex of our brain. നമ്മുടെ ബ്രെയിനിന്റെ സെറിബ്രൽ കോർട്ടെക്സിലാണ് മൾട്ടിപോളാർ ന്യൂറോൺസ് കാണപ്പെടുന്നത്. The second type of neuron is bipolar neuron. ബൈപോളാർ ന്യൂറോണിന് ഒരു ആക്സോണും ഒരു ഡെൻഡ്രോണും മാത്രമേ ഉള്ളൂ. Bipolar neurons are those neurons with one axon and one dendron. Where do you find this bipolar neuron? Bipolar neurons are seen in the retina of our eye. നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിലാണ് ബൈപോളാർ ന്യൂറോൺസ് കാണപ്പെടുന്നത്. The third type of neuron is യൂണിപോളാർ ന്യൂറോൺ. യൂണിപോളാർ ന്യൂറോണിന്റെ പ്രത്യേകത അതിനാകെ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അതായത് അതിനാകെ ഒരു ആക്സോൺ മാത്രമേ ഉള്ളൂ. അതിന് ഡെൻഡ്രോൺസോ ഡെൻഡ്രൈറ്റ്സോ ഒന്നും തന്നെ ഇല്ല. യൂണിപോളാർ ന്യൂറോൺസ് ആർ ദോസ് ന്യൂറോൺസ് വിച്ച് ഹാസ് ഓൺലി വൺ ആക്സോൺ. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഡെൻഡ്രോൺസ് ഓർ ഡെൻഡ്രൈറ്റ്സ്. ഇത്തരത്തിലുള്ള ന്യൂറോൺസ് ഭ്രൂണാവസ്ഥയിലാണ് കാണപ്പെടുക. These neurons are seen in the embryonic stage. The next category of neurons are the myelinated neurons and the non-myelinated neurons. What is the difference between the two? Myelinated neurons are those neurons with a myelin sheath around the axon. ആക്സോണിനെ പൊതിഞ്ഞ് ഒരു മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോൺസിനെയാണ് മൈലിനേറ്റഡ് ന്യൂറോൺസ് എന്ന് വിളിക്കുന്നത്. അതേസമയം മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺസിനെയാണ് നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നും ക്രേനിയത്തിൽ നിന്നും ആരംഭിക്കുന്ന ന്യൂറോൺസ് എല്ലാം തന്നെ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണ്. ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻസ്, ന്യൂറോൺസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു 3.
They are sensory neurons, motor neurons, and interneurons. Now, what is the function of sensory neurons? Sensory neurons convert external stimulus from environment to the corresponding internal stimuli. നമ്മുടെ പുറത്തുള്ള അന്തരീക്ഷത്തിലെ സ്റ്റിമുലസിനെ ഇന്റേണൽ സ്റ്റിമുലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ന്യൂറോൺസ് ആണ് സെൻസറി ന്യൂറോൺസ്. Now what about motor neurons? Motor neurons help in the communication of brain and spinal cord with muscles, organs and glands all over the body. നമ്മുടെ ശരീരത്തിലെ മസിൽസും ഓർഗൻസും ഗ്ലാൻസുമായിട്ടൊക്കെ ബ്രെയിനും സ്പൈനൽ കോഡും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ മോട്ടോർ ന്യൂറോൺസ് വഴിയാണ്. Now the third category of neuron is interneuron. Interneuron പേര് സൂചിപ്പിക്കുന്നത് പോലെ അതൊരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നു. ഈ സെൻസറി ന്യൂറോൺസിൻ്റെയും മോട്ടോർ ന്യൂറോൺസിൻ്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ന്യൂറോൺസ് ആണ് ഇന്റർന്യൂറോൺസ്. They function as middlemen between motor neurons and sensory neurons. We learned about coordination. Then we learned about neural organization in invertebrates, classification of human neural system into central nervous system and peripheral nervous system. Central nervous systemത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും ഉണ്ട് എന്ന് പഠിച്ചു. പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഈ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും എറൈസ് ചെയ്യുന്ന നെർവ് ഫൈബേഴ്സ് കൊണ്ടാണെന്ന് പഠിച്ചു. നമ്മൾ അഫറൻ നെർവ്സ് എന്താണ്, ഇഫറൻ നെർവ്സ് എന്താണ്, എന്താണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് ന്യൂറോൺസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. തുടർ പ്രവർത്തനങ്ങൾക്കായി ചില ചോദ്യങ്ങൾ എഴുതിക്കൊള്ളുക. Please note down these questions. First question, compare the following. A part of the question, sensory pathway and motor pathway. B part of the question, myelinated neuron and non-myelinated neuron. Question number 2, draw labeled diagram of a neuron. Third question, describe the structure of a neuron. ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാൻ നിങ്ങളുടെ അധ്യാപകരുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.